സുതാര്യമായ അഴിമതി രഹിത ഭരണം ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും. സുതാര്യമായ അഴിമതി രഹിത ഭരണം, സുതാര്യമായ അഴിമതി രഹിത ഭരണം. തിരുവനന്തപുരം നഗരനിവാസികൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഇത്രയും സത്യസന്ധനായ ഒരു മേയറെ അവർക്ക് കിട്ടിയില്ലേ. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, പുതിയ മേയർ ആളൊരു അസാധ്യ ബിസിനസ്സുകാരൻ കൂടിയാണ്. പൊതുപ്രവർത്തനത്തിന്റെ തിരക്കിനിടയിലും ലക്ഷപ്രഭുവിൽ നിന്നും കോടീശ്വരനായി വളർന്ന ഒരു അപൂർവ വ്യക്തിത്വം. പക്ഷേ ചില അസൂയമൂണ്ട BJP-ക്കാർ അതിനെ അഴിമതി എന്നൊക്കെയാണ് വിളിക്കുന്നത്. BJP തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് VV രാജേഷിനെതിരെ നഗരത്തിൽ പോസ്റ്റർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൽ നിന്ന് രാജേഷ് പണം കൈപ്പറ്റിയെന്നാണ് ആരോപണം. 15 വർഷത്തിനിടയിലെ സാമ്പത്തിക വളർച്ചയിൽ അന്വേഷണം വേണമെന്നും BJP പ്രതികരണ വേദി എന്ന പേരിലുള്ള പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. ഇനി കാര്യത്തിലോട്ട് കടക്കാം. 2021 BV രാജേഷ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി 27.5 ലക്ഷം രൂപയാണ്. ഒപ്പം 4,83,000 രൂപയുടെ കടവും തനിക്കുണ്ടെന്നാണ് BV രാജേഷ് തന്നെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം നൽകിയത്. എന്നാൽ 13-14 വർഷത്തെ പൊതുപ്രവർത്തനത്തിലൂടെ BV രാജേഷ് ഒരു കോടീശ്വരനായി വളർന്നിരിക്കുകയാണ്. 2024 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം നൽകിയ ഡമ്മി സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പമുള്ള സത്യവാങ്മൂലമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി 1,09,00,000 മുകളിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് BJP-യുടെ നേതാവെന്ന നിലയിൽ മുഴുവൻ സമയ പൊതുപ്രവർത്തനം നടത്തുന്ന VV രാജേഷിന് സ്വന്തം സമ്പത്ത് ഇങ്ങനെ ലക്ഷങ്ങളിൽ നിന്ന് കോടികളായി ഉയർത്താൻ സാധിക്കുന്നത്? ഒരു MLA പോലും അല്ലാതിരുന്ന VV രാജേഷിന് ഇങ്ങനെയൊക്കെ സാമ്പത്തികമായി വളരാൻ സാധിക്കുന്നത് അദ്ദേഹം ഭാഗമായ പാർട്ടി BJP ആയതുകൊണ്ട് തന്നെയാണ്. എന്തായാലും എൻ്റെ പത്മനാഭ, നിന്നെയും തിരുവനന്തപുരത്തെയും നീ തന്നെ കാത്തോണേ.